നമസ്തേ. കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസം, ഹൈന്ദവ ക്ഷേത്രങ്ങളും NSS, SNDP, KPMS, KTMS, വെള്ളാള സഭ, യോഗക്ഷേമ സഭ തുടങ്ങി ചെറുതും വലുതുമായ ജാതി സംഘടനകളുടെയും യൂണിറ്റുകൾ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമം. പ്രാദേശികമായ യൂണിറ്റുകളിൽ കടന്നുകയറുക എന്നതാണ് തന്ത്രം. തുടർന്ന് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ പിടിച്ചെടുത്തതുപോലെ ക്ഷേത്രങ്ങളും ജാതി സംഘടനകളും പിടിച്ചെടുക്കാൻ വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു. തുടർന്ന് താലൂക്ക് സമിതികളും സെൻട്രൽ കമ്മിറ്റിയും കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലാക്കുക എന്നതാണ് അന്തിമ ലക്ഷ്യം. 5 വർഷം കൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളും ജാതി സംഘടനകളും പിടിച്ചെടുക്കുക എന്നതാണ് രൂപപ്പെടുത്തിയിരിക്കുന്ന പദ്ധതി. കേരളത്തിൽ 50,000-ൽ കൂടുതൽ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങളുണ്ട്. അതിൽ 2,500-ഓളം അമ്പലങ്ങൾ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലുണ്ട്. അവരുടെ അമ്പലങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാട്ടുകളും നാടകങ്ങളും നടത്തി അണികൾക്ക് മറ്റമ്പലങ്ങളിൽ കയറി പറ്റാൻ ആവേശം കൊടുക്കുക എന്നതാണ് ആദ്യത്തെ പടി. അതിനായി ശ്രമങ്ങൾ കണ്ടു തുടങ്ങി. 16,000-ഓളം പക്കാ സംഘപരിവാർ നിയന്ത്രണത്തിലാണ്. 2,000-ഓളം അമ്പലങ്ങൾ സംഘപരിവാർ സംഘടനകളുടെ അവകാശത്തിൽ, അതായത് ഉടമസ്ഥതയിൽ ഉള്ളതാണ്. ബാക്കി വരുന്ന അമ്പലങ്ങൾ 30,000-ഓളം കരക്കാരുടെയോ സാമുദായിക സംഘടനകളുടെയോ നിയന്ത്രണത്തിലാണ്. അവരെ വിരട്ടിയും ഭീഷണിപ്പെടുത്തിയും മാറ്റി നിർത്തുക എന്നതാണ് ആദ്യ ശ്രമം. അത് പലയിടത്തും തുടങ്ങി. അതിന്റെ ഭാഗമാണ് കാവിക്കൊടി അമ്പലങ്ങളിൽ കെട്ടരുത് എന്ന് പറയുന്നത്. ജാതി സംഘടനകളിൽ 10% NSS കരയോഗങ്ങളും 30% SNDP ശാഖകളും, യോഗക്ഷേമ സഭയുടെ 40% ശാഖകളും, KPMS 30% യൂണിറ്റുകളും, തണ്ടാൻ സഭയുടെ 15% യൂണിറ്റുകളും, വെള്ളാള സഭയുടെ 50% യൂണിറ്റുകളും ഇപ്പോൾ LDF നിയന്ത്രണത്തിലാണ്. NSS കരയോഗം കമ്മിറ്റികളിൽ 20% അംഗങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുമാണ്. SNDP ശാഖാ ഭരണസമിതികളിൽ 15% പേരുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ കടന്നു കയറുന്നത് വളരെ തന്ത്രപരമായിട്ടാണ്. അതാത് പ്രദേശത്തെ സാഹചര്യം മുതലാക്കിയാണ് പ്രവർത്തിക്കുന്നത്. ചിലയിടങ്ങളിൽ കോൺഗ്രസ് വിരോധം പറഞ്ഞ് BJP പ്രവർത്തകരോട് കൂട്ടുകൂടി കമ്മിറ്റികളിൽ കയറിപ്പറ്റും. ചിലയിടങ്ങളിൽ BJP വിരോധം പറഞ്ഞ് കോൺഗ്രസുകാരെ ഉപയോഗപ്പെടുത്തും. മറ്റൊരു തന്ത്രം, എതിർ നിൽക്കുന്ന 2 പാനലുകളിലും കയറി മത്സരിച്ച് 2 പാനലിലും ഉള്ള കമ്മ്യൂണിസ്റ്റുകാരെ മാത്രം ജയിപ്പിക്കുക. ഇത്തരത്തിൽ അമ്പലങ്ങളും ജാതി സംഘടനകളും പിടിച്ചെടുക്കാനുള്ള മാസ്റ്റർ പ്ലാനാണ് CPM ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് ക്ഷേത്ര ഉത്സവത്തിൽ ചെങ്കൊടി ഉയർത്തി വിപ്ലവഗാനം പാടിയതാണ്. വിപ്ലവം പറഞ്ഞ കഥാപ്രസംഗവും നാടകങ്ങളും അമ്പലമുറ്റത്ത് കാണാനില്ല. അവരുടെ വരുമാനം നിന്നുപോയി. ഇനി ഗാനമേളയാണ്. നിങ്ങളുടെ വരുമാനമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. ഗാനമേള അമ്പലങ്ങൾ ഉപേക്ഷിച്ചാൽ ആയിരക്കണക്കിന് പാട്ടുകാരുടെ വരുമാനമില്ലാതാകും. ഗാനമേള ട്രൂപ്പുകൾ ആലോചിക്കുക. കഴിഞ്ഞ വർഷം ഹിന്ദുവിനെതിരെ ഒരു നാടൻ പാട്ടുകാരി അധിക്ഷേപിച്ചു. പിന്നെ ഇപ്പോൾ ആ പാട്ടുകാരിയുടെ 75% പ്രോഗ്രാമുകൾ നഷ്ടപ്പെട്ടു. നാടൻ പാട്ടിന് പകരം ചിന്തുപ്പാട്ടിന് പ്രൊമോഷൻ കൂടി. നല്ല പാട്ടുകാർ ഓരോ അമ്പലത്തിന്റെ പരിസരത്തുണ്ട്, കുട്ടികൾ ഉൾപ്പെടെ. അവരെ വെച്ച് ഗാനമേള നടത്തുന്നത് കേരളത്തിൽ കാണാൻ കഴിയും. ലക്ഷങ്ങൾ ചിലവും വരില്ല, നല്ല കാണികളും ലഭിക്കും. വിപ്ലവഗാനം പാടുന്ന ട്രൂപ്പുകൾ ചിന്തിക്കുക. വിപ്ലവഗാനം പാർട്ടി വേദിയിൽ പാടൂ, അമ്പലത്തിൽ വേണ്ട. കണ്ണു തുറക്കാത്ത ദൈവങ്ങളെന്ന് അധിക്ഷേപിച്ച കഥാപ്രസംഗത്തിന്റെ അവസ്ഥ ഗാനമേളയ്ക്ക് വരാതിരിക്കട്ടെ. ഹിന്ദു സമൂഹം ഉണർന്നു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. ഗാനമേള ബുക്ക് ചെയ്ത പലരും ക്യാൻസൽ ചെയ്തു തുടങ്ങി. വിപ്ലവഗാനം പാടിയാൽ വിശ്വാസികൾ പ്രതിഷേധിക്കാൻ തയ്യാറെടുക്കുന്നു. സംഘർഷം അമ്പലത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. ശബരിമല പോലെ, ഗണപതി വിഷയം പോലെ സ്ത്രീ ഭക്തജനങ്ങൾ വേദിയിൽ കയറി നാമജപം നടത്താനും തയ്യാറെടുക്കുന്നു. ഇതെല്ലാം ഒഴിവാക്കാൻ ട്രൂപ്പുകാർ ശ്രമിക്കുക. ഇന്ന് കരയുന്ന ഹിന്ദുവല്ല, പ്രതികരിക്കാനും ശേഷിയുണ്ട് ഹിന്ദുവിന്.